ഹായ് വെൽക്കം ടു ഈസി എക്സൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാട്ട് ഈഫ് അനാലിസിസിനകത്ത് ഡേറ്റ ടേബിൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. വാട്ട് ഈഫ് അനാലിസിസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം കുറച്ച് സെൽസിനകത്തെ വാല്യൂസിൽ ചേഞ്ചസ് വരുത്തിയാൽ അതിൽ ആ ഒരു വാല്യൂസ് യൂസ് ചെയ്ത് നമ്മൾ ഒരു ഔട്ട്കം കിട്ടും. അതായത് ഒരു ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ആ ഒരു റിസൾട്ടിൽ എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വാട്ട് ഈഫ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഇപ്പം ലോൺ എമൗണ്ട് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പം പല പല റേറ്റ്സിൽ ഇപ്പം എത്ര പീരീഡിലേക്കാണെന്നുള്ളത്, എത്ര മാസത്തേക്കാണെന്നുള്ളതൊക്കെ നമ്മൾ കൊടുത്താൽ അത് നമുക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. സിനാരിയോ മാനേജർ, പിന്നെ ഗോൾ സീക്ക്, പിന്നെ മൂന്നാമത്തെയാണ് ഡേറ്റ ടേബിൾ. ഇതിനകത്ത് ഡേറ്റ ടേബിൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു ലോൺ എമൗണ്ടിൻ്റെ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. റേറ്റ് മന്ത്ലി റേറ്റ് ആണ് 5% കൊടുത്തിട്ടുണ്ട്. പിന്നെ മന്ത്സ് കൊടുത്തിട്ടുണ്ട് 18. പിന്നെ എമൗണ്ട് 5,000. ഇവിടെ 5,000 എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടാണ് കൊടുത്തേക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതായതുകൊണ്ടാണ് അവിടെ ഒരു നെഗറ്റീവ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഫൈനൽ എമൗണ്ട് ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ FV എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. FV എന്ന് വെച്ചാൽ ഫ്യൂച്ചർ വാല്യൂ ആണ്. ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഒരു ഫംഗ്ഷനാണിത്. ഇത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഈക്വൽ സൈൻ കൊടുത്തിട്ട് FV എന്ന് കൊടുക്കുക. എന്നിട്ട് ടാപ്പ് കീ പ്രസ് ചെയ്യുക. ഫസ്റ്റ് ആർഗ്യുമെൻ്റ് റേറ്റ് ആണ്. അതായത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 5% ആണ്. ആ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം ഇത് മന്ത്ലി ആണ്, അതുകൊണ്ട്. പിന്നെ ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ക്വാർട്ടർലി ആണെന്നുണ്ടെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് കോമ ഇടാം. അടുത്ത ആർഗ്യുമെൻറ്റ് NPER ആണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ്. ഇപ്പോൾ എത്ര പീരീഡിലേക്കാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, 18 എന്നുള്ളത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഇയേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ ആ ഒരു നമ്പറിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിപ്പം മന്ത്സ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്താൽ മതി. അടുത്തത് PMT എന്ന് വെച്ചാൽ അതിൻ്റെ പേയ്മെൻറ്റ് എമൗണ്ട് ആണ്. ഓരോ പീരീഡിലെയും പേയ്മെൻറ്റ് എമൗണ്ട് കൊടുക്കണം. അത് ഇവിടുത്തെ ആ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വരുന്ന 2 ആർഗ്യുമെൻറ്റ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. PV ടൈപ്പ്. PV എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ലംസം എമൗണ്ട്. പിന്നെ ടൈപ്പ്, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഇത് ഇത്രയും കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് എൻ്റർ അടിക്കാം. ഇപ്പം നമ്മൾ ആ ഒരു റേറ്റും മന്ത്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ കറൻസി മാറ്റണമെന്നുണ്ടെങ്കിൽ ഹോമിനകത്ത് നമ്പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് നമുക്ക് അതിൻ്റെ കറൻസി മാറ്റണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് ഇപ്പം നമ്മൾ ഇതിനകത്ത് കൊടുത്തിരുന്ന ഈ വാല്യൂസ് ഉണ്ടല്ലോ, ഈ വാല്യൂസിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് വേറെ വാല്യൂസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കാം ഈ ഒരു റിസൾട്ട്. അപ്പോൾ അത് ഡേറ്റ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ട് ഇവിടെ കുറച്ച് റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ആ സെല്ലിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഫോർമുല അതിലേക്ക് കോപ്പി ചെയ്യുവാണ്. ഇപ്പം ഈക്വൽ കൊടുത്തിട്ട് ആ ഒരു സെല്ലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അപ്പം ആ ഒരു ഫോർമുല അതിലേക്ക് അപ്ലൈ ആവും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആൻസറും കിട്ടേണ്ട ആ ഒരു ഭാഗവും കൂടെ ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. ആ ഒരു ഡേറ്റ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡേറ്റ ടാബിനകത്ത് ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്താണ് വാട്ട് ഈഫ് അനാലിസിസ് വരുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് 3 ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഏറ്റവും താഴെ ഡേറ്റ ടേബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡേറ്റ ടേബിളിൻ്റെ ബോക്സിനകത്ത് നമുക്ക് റോ ഇൻപുട്ട് സെല്ലും കോളം ഇൻപുട്ട് സെല്ലും ഉണ്ട്. ഇതിനകത്ത് റോ ഇൻപുട്ട് സെല്ലെന്ന് വെച്ചാൽ നമ്മൾ റോ വൈസ് കൊടുക്കുന്ന ഇൻപുട്ടാണ് കൊടുക്കേണ്ടത്. കോളം ഇൻപുട്ട് സെല്ലിനകത്ത് കോളം വൈസ് കിടക്കുന്നത്. ഇവിടെ ഞാൻ കോളം വൈസ് മാത്രമേ എനിക്ക് ഇൻപുട്ട് ഇവിടെ ഉള്ളൂ. അതായത് റേറ്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം നേരത്തെ ഞാൻ യൂസ് ചെയ്ത സെൽസ് ഉണ്ടല്ലോ, അതിനകത്തെ ആ റേറ്റിൻ്റെ ആ ഒരു ബോക്സ് വേണം, ആ ഒരു സെല്ല് വേണം ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ കോളം ഇൻപുട്ട് സെല്ലിനകത്ത് ഇവിടെ മന്ത്ലി റേറ്റിൻ്റെ ആ ഒരു 5%ൻ്റെ സെല്ലാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കാം.
ഇപ്പോൾ ഇവിടെ എനിക്ക് ആ ഒരു റേറ്റ് ഓരോ റേറ്റ് അനുസരിച്ചിട്ടുള്ള എമൗണ്ട് കിട്ടി. ഇനി ഞാൻ ആ ഒരു ഫോർമാറ്റിംഗ് ആദ്യത്തെ ഫോർമാറ്റിംഗ് തന്നെ ഇതിനും ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ആ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഹോമിനകത്ത് ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനകത്തും എല്ലാം ആ ഒരു ഫോർമാറ്റിംഗ് കൊടുത്തു. ഇവിടെ ആദ്യം 5% വെച്ച് കണ്ടുപിടിച്ചപ്പോഴത്തേക്കിനും 93,259 ആയിരുന്നു ആൻസർ കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടെ വേറെ റേറ്റ്സ് വെച്ച് ചെയ്തപ്പോഴും അതിനകത്ത് ഒരു 5% കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ആ ഒരു ആൻസർ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഓരോ റേറ്റ് വെച്ചിട്ടുള്ള ആൻസർ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇവിടെ ഇപ്പം ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഇനി നമുക്ക് 2 വേരിയബിൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കാം. അതും ഇതുപോലെ തന്നെ ഇവിടെ കുറച്ച് റേറ്റ് കൊടുത്തിട്ടുണ്ട് അത് തന്നെ. പിന്നെ റോ വൈസ് ഇതിൻ്റെ പീരിയഡ്സും കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലായിട്ടുള്ള ആ ഒരു ആദ്യത്തെ സെല്ല് ബ്ലാങ്കായിട്ട് വെച്ചേക്കാണ്. ആ ഒരു സെല്ലൊന്ന് സെലക്ട് ചെയ്തിട്ട് ഈക്വൽ സൈൻ കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫോമുല അപ്ലൈ ചെയ്തത് സെല്ല് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. അതിനുശേഷം നമുക്ക് ആ ഒരു ടേബിൾ ഫുള്ളായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻസർ കിട്ടേണ്ടതും എല്ലാമായിട്ട് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡേറ്റ ടാബിനകത്ത് വാട്ട് ഇഫ് അനാലിസിസിനകത്ത് ഡേറ്റ ടേബിൾ സെലക്ട് ചെയ്യുക. ഇവിടെ റോ ഇൻപുട്ട് സെല്ലിനകത്ത് നമ്മൾ റോ വൈസ് കൊടുക്കുന്നതാണ് ഇൻപുട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. റോ വൈസ് ഇവിടെ മന്ത്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഫോമുല അനുസരിച്ചിട്ട് ഇവിടെയുള്ള ഈ മന്ത്സിൻ്റെ ഈ ഒരു സെല്ലാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ കോളം ഇൻപുട്ട് സെല്ലിനകത്ത് നമ്മൾ കോളം വൈസായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആ ഒരു 5%ൻ്റെ സെല്ലും സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പം നമുക്ക് ആ ഒരു റേറ്റും ആ ഒരു പീരീഡും അനുസരിച്ചിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും ആൻസർ കിട്ടി. ഇതിന് നമ്മൾ മറ്റേതുപോലെ തന്നെ ഫോർമാറ്റിംഗ് ചെയ്യാം ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്തിട്ട്. ഇവിടെ ആദ്യം 5%ഉം 18 മന്ത്സും യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആൻസർ തന്നെയാണ് ഇവിടെ ചെയ്തപ്പോൾ. ഇവിടെയും 5%ഉം 18ഉം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കിട്ടിയതും ഈ ഒരു ആൻസർ തന്നെയാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഡേറ്റ ടേബിൾ നമ്മൾ വാട്ട് ഇഫ് അനാലിസിസിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് ഒത്തിരി യൂസ്ഫുൾ ആണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്